ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി സൈഫുന്നിസ അലിയാർ ചേരുന്നു. സൈഫുന്നിസ, പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെയായിരുന്നു അവാർഡ് പ്രഖ്യാപനം. ജിംസ്, അവസാന നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം മാറി മറിഞ്ഞു എന്ന് വേണം പറയാൻ. അവസാന നിമിഷം വരെ പത്തേമാരിയിലെ പ്രകടനത്തിന് മമ്മൂട്ടിയും അതുപോലെ ഇന്ന് നിന്റെ മൊയ്തീനിലെ പ്രകടനത്തിന് പൃഥ്വിരാജുമായിരുന്നു അവസാന നിമിഷം വരെ അവാർഡ് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അമീബയിലെയും മൺട്രോ തുരുത്തിലെയും പ്രകടനത്തിന് ഇന്ദ്രൻസിനും അവാർഡ് കിട്ടുമെന്നായിരുന്നു അവസാന നിമിഷം വരെയുള്ള പ്രതീക്ഷ. എന്നാൽ പുരസ്കാര നിർണയം വന്നപ്പോൾ എല്ലാ സാധ്യതകളും മാറി മറിഞ്ഞിരിക്കുന്നു. മികച്ച നടനായി ചാർലി പ്രത്യേകം എടുത്തു പറയേണ്ട ചാർലി എന്ന ചിത്രം മികച്ച നടൻ, നടി ഉൾപ്പെടെയുള്ള സംവിധായകൻ ഉൾപ്പെടെയുള്ള 8 പുരസ്കാരങ്ങളാണ് ചാർലി സ്വന്തമാക്കിയിരിക്കുന്നത്. ദുൽഖർ സൽമാനാണ് മികച്ച നടനുള്ള പുരസ്കാരം ചാർലിയിലൂടെ സ്വന്തമാക്കിയത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പാർവതിക്കാണ്. എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെയാണ് പാർവതി മികച്ച നടിയായത്. മാർട്ടിൻ പ്രക്കട്ടാണ് മികച്ച സംവിധായകൻ. മികച്ച ചിത്രമായി സനൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയെ തെരഞ്ഞെടുത്തു. ഒഴിവു ദിവസത്തെ കളി സനൽകുമാർ ശശിധരന്റെ ചിത്രത്തിനായിരുന്നു കഴിഞ്ഞ വർഷവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച രണ്ടാമത്തെ ചിത്രമായി മനോജ് ഖാനയുടെ അമീബ തെരഞ്ഞെടുക്കപ്പെട്ടു. നിർണായകത്തിലെ അഭിനയത്തിന് പ്രേംപ്രകാശും ബെന്നിലെ അഭിനയത്തിന് അഞ്ജലി ബിവിയുമാണ് മികച്ച സ്വഭാവ നടനും സ്വഭാവ നടിയുമായി തെരഞ്ഞെടുത്തത്. ജയസൂര്യ, ജോയ് മാത്യു, ജോജു ജോർജ് എന്നിവരെ മികച്ച ജൂറിയുടെ പ്രത്യേക പരാമർശത്തിനും അർഹമായി. മികച്ച ബാലതാരങ്ങളായി ഗൌരവ് മേനോനും ജാനകി മേനോനുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നവാഗത സംവിധായികയായി ശ്രീബാല മേനോനും കലാസംവിധിയായി ജയശ്രീ ലക്ഷ്മി നാരായണും തെരഞ്ഞെടുക്കപ്പെട്ടു. ജനപ്രീതി നേടി മികച്ച ചിത്രം എന്ന് നിന്റെ മൊയ്തീനാണ്. ജനപ്രീതി നേടിയ മികച്ച സംവിധായകൻ എന്ന് നിന്റെ മൊയ്തീന്റെ സംവിധായകൻ RS വിമലാണ്. മികച്ച തിരക്കഥാകൃത്തുകളായി ചാർലിയുടെ തിരക്കഥാകൃത്തുകളായ ഉണ്ണിയാറിനെയും മാർട്ടിൻ പ്രക്കാടിനെയും തെരഞ്ഞെടുത്തു. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രമേശ് നാരായണനാണ്. രമേശ് നാരായണന്റെ മകൾ മധുശ്രീ നാരായണനാണ് മികച്ച ഗായിക. P ജയചന്ദ്രനും മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. റഫീഖ് അഹമ്മദാണ് മികച്ച ഗാനരചയിതാവ്. എന്ന് നിന്റെ മൊയ്തീലെ കാത്തിരുന്നു എന്ന ഗാനത്തിനാണ് റഫീഖ് അഹമ്മദിന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത്. പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ബിജിപാലിനാണ്. മികച്ച എഡിറ്ററും ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോണുമാണ്. ജോമോൻ ടി ജോണിന് എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലാണ് ജോമോൻ ടി ജോണിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പത്തേമാരിക്ക് മികച്ച സ്വഭാവ നടൻ, മികച്ച നടൻ, സ്വഭാവ നടൻ, മികച്ച ചിത്രം എന്നിങ്ങനെ നിരവധി പ്രതീക്ഷകൾ, സംവിധായകൻ ഉൾപ്പെടെ നിരവധി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം പത്തേമാരിക്ക് ഇത്തവണ ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഒരു പുരസ്കാരം പോലും പത്തേമാരിക്ക് നേടാനായില്ല. ചാർലിയും എന്ന് നിന്റെ മൊയ്തീനുമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇത്തവണത്തെ അവാർഡ് നിർണയത്തിൽ. അജിംസ്. സൈഫുന്നിസ അലിയാറാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ വിവരങ്ങൾ നൽകിയത്.